CCC 1366 പറയുന്നു, അങ്ങനെ കുർബാന ഒരു ബലിയാണ്, ബലി അർപ്പിക്കുകയാണ്. കാരണം അത് കുരിശിലെ ബലിയെ വീണ്ടും സന്നിഹിതമാക്കുന്നു. പരിശുദ്ധ കുർബാന കുരിശിലെ ബലിയെ വീണ്ടും സന്നിഹിതമാക്കുന്നു. അത് കുരിശിലെ ബലിയുടെ അനുസ്മരണമാണ്. അത് കുരിശിലെ ബലിയുടെ ഫലം പ്രയോഗത്തിൽ വരുത്തുന്നു. ഓരോ പരിശുദ്ധ കുർബാനയും ഈശോയുടെ കുരിശിലെ ബലിയുടെ ഫലം പ്രയോഗത്തിൽ വരുത്തുന്നു. 1367 പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ ബലിയും കുർബാനയാകുന്ന ബലിയും ഒരേ ഒരു ബലിയാണ്. ബലിവസ്തു ഒന്ന് തന്നെയാണ്. അത് കുരിശിൽ തന്നെ അർപ്പിച്ചവൻ തന്നെയാണ് ഇന്ന് പുരോഹിതന്മാരുടെ ശുശ്രൂഷയിലൂടെ സമർപ്പിക്കുന്നത്. കുർബാനയിൽ ആഘോഷിക്കപ്പെടുന്ന ഈ ദൈവിക ബലിയിൽ ഒരിക്കൽ രക്തം ചിന്തി കുരിശാകുന്ന അൾത്താരയിൽ തന്നെ അർപ്പിച്ച ക്രിസ്തു സന്നിഹിതനാവുകയും രക്തരഹിതമായ വിധത്തിൽ അർപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. 1368 പറയുന്നു, കുർബാനയിൽ ക്രിസ്തുവിൻ്റെ ബലി അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെയും ബലിയായിത്തീരുന്നു. ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങൾ സഭയിലായിരിക്കുന്ന നമ്മളെല്ലാവരും, സഭയാണ് ക്രിസ്തുവിൻ്റെ ശരീരം. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെയും ബലിയാണ് പരിശുദ്ധ കുർബാനയിൽ. അപ്പോൾ ക്രിസ്തു ബലി അർപ്പിക്കുന്നു, നമ്മളും ബലി അർപ്പിക്കുന്നു ക്രിസ്തുവിനോട് കൂടെ. അപ്പം അങ്ങനെയുള്ളൊരു ബലിക്ക് പോകുന്നതിന് മുമ്പാണ് ക്ഷമിക്കാനായിട്ട് പറയുന്നത്. പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി കിട്ടുന്നുണ്ട്. പക്ഷേ ആ പരിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ പരിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കത്തിൽ ഏറ്റവും ആദ്യമാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നുള്ളത്. നമ്മൾ എത്രമാത്രം ഒരു പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങുന്നോ അത്രമാത്രം ഫലം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഓരോ പരിശുദ്ധ കുർബാനയ്ക്കും തലേ ദിവസം തന്നെ നമ്മൾ ഒരുങ്ങിത്തുടങ്ങണം. പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പും പരിശുദ്ധ കുർബാനയുടെ സമയത്തും കുറച്ചൊക്കെ ഞെരുക്കം അനുഭവിച്ച്, വേദന അനുഭവിച്ച്, ഈശോയുടെ പീഡാസഹനത്തിൽ പങ്കുചേർന്ന് നമ്മൾ അർപ്പിക്കുകയാണെങ്കിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഒത്തിരി ഒരുക്കപ്പെടും. പരിശുദ്ധ കുർബാന ശരിക്കും ഒരു റിയാലിറ്റി, ഒരു യാഥാർത്ഥ്യമായിട്ട് അനുഭവവേദ്യമാകും. അതുകൊണ്ട് ഓരോ പരിശുദ്ധ കുർബാനയ്ക്കും ഒരുങ്ങാനായിട്ട് നമുക്കിന്ന് തീരുമാനിക്കാം. നന്നായി ഒരുങ്ങിയിട്ടാണ് ഞാൻ ഓരോ പരിശുദ്ധ കുർബാനയ്ക്കും പോവുകയുള്ളൂ എന്ന് തീരുമാനിക്കാം. വളരെ സുഖസൗകര്യങ്ങളോടുകൂടെ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനേക്കാൾ കുറച്ചൊക്കെ വേദന സഹിച്ച്, കുറച്ചൊക്കെ ഞെരുങ്ങി, വേദനകളൊക്കെ സമർപ്പിച്ച് ആ ഒരു ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ ഒരു അനുഭവത്തിലായിരുന്നുകൊണ്ട് പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അത് കൂടുതൽ അർത്ഥവത്തായിത്തീരുന്നു. പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ പീഡാസഹനമുണ്ട്, കുരിശുമരണമുണ്ട്, ഉത്ഥാനമുണ്ട്. അപ്പോൾ ആ ഉത്ഥാനത്തിൻ്റെ ആ ഫലം നമുക്ക് ശരിക്കും അനുഭവിക്കാൻ പറ്റണമെങ്കിൽ ഈശോയുടെ കൂടെ പീഡ സഹിക്കണം, ഈശോയുടെ കൂടെ മരിക്കണം, സംസ്കരിക്കപ്പെടണം, ഈശോയുടെ കൂടെ അപ്പോൾ നമ്മൾ ഉത്ഥാനം ചെയ്യാണ്. ഓൾറെഡി നോട്ട് യെറ്റ് മാമോദീസായിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഓരോ പരിശുദ്ധ കുർബാനയിലും ആ ഈശോയോടൊപ്പം തന്നെ ആയിരിക്കണം, ഫോക്കസ് ഈശോ ആയിരിക്കണം. പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ്, പരിശുദ്ധ കുർബാനയുടെ സമയത്ത് എപ്പോഴും നമ്മുടെ ചിന്തകളും നമ്മുടെ മനോഭാവങ്ങളും എല്ലാം ഈശോ കേന്ദ്രീകൃതമായിരിക്കണം, ജീസസ് സെൻറ്റേർഡ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്കൊരു തീരുമാനം എടുക്കാം. എന്താണ് ആ തീരുമാനം? ഞാൻ എല്ലാവരോടും ക്ഷമിക്കാൻ പോവുകയാണ്. അതൊരു തീരുമാനമാണ്, ഡിസിഷനാണ്. ഇമോഷൻ്റെ പുറത്ത് അല്ലെങ്കിൽ വികാരങ്ങളുടെ പുറത്ത് നെഗറ്റീവ് ചിന്തകൾ വെച്ച് പുലർത്തിയിട്ടല്ല നമ്മൾ ഇരിക്കേണ്ടത്. നമ്മൾ തീരുമാനിക്കുകയാണ്, എന്ത്? ഞാൻ ക്ഷമിക്കാൻ പോവുകയാണ്. ഐ ആം ഗോയിങ് ടു ഫൊർഗിവ്. എന്ത് വന്നാലും, ആരോടാണ് എനിക്ക് ക്ഷമിക്കാനുള്ളത്? ആ വ്യക്തി ചേഞ്ച് ആയിട്ടില്ലെങ്കിലും, മാനസാന്തരപ്പെട്ടിട്ടില്ലെങ്കിലും, ആ വ്യക്തി എന്നോട് കൂടുതൽ ദേഷ്യപ്പെടുകയാണെങ്കിലും, എന്ത് തന്നെ ആയാലും ഞാനൊരു തീരുമാനം എടുക്കുകയാണെന്ത്? ഞാൻ ക്ഷമിക്കാൻ പോവാ. എൻ്റെ ഈശോ ക്ഷമിച്ചില്ലേ? ഈശോ ക്ഷമിച്ച പോലെ ഞാനും ക്ഷമിക്കാൻ പോവാ. അങ്ങനെ ഒരു തീരുമാനം എടുത്ത് നോക്കിയേ.
അപ്പോൾ ഈച്ച് ടൈം സംബഡി ഈസ് ഡൂയിങ് സംതിങ് നെഗറ്റീവ് ടു അസ്, ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് നമ്മളോട് ചെയ്യുമ്പോഴേക്കും നമുക്കൊരു ത്രില്ലാണ്, ഞാൻ ക്ഷമിക്കാൻ പോവാണ്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും നമ്മളെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തീരുമാനിച്ച് വെക്കുകയാണ് എന്ത്, ഞാൻ ക്ഷമിക്കാൻ പോവാ. എന്തൊക്കെ ആരൊക്കെ എന്നോട് ചെയ്താലും ഞാൻ ക്ഷമിക്കാൻ പോകുന്നു. കാരണം എന്താ, എൻ്റെ ഈശോ ക്ഷമിച്ചില്ലേ.